guys, welcome to Malu Girl Talkies. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഒരു റെഗുലർ വ്ളോഗാണ്. സോ ഐ എം പ്ലാനിങ് ടു ഗോ ടു മൈ ഹോം ടൗൺ ഫൈനലി. ഞാനിപ്പോ ബാംഗ്ലൂരാണുള്ളത്. പോകുന്നത് ട്രിവാൻഡ്രത്തേക്കാണ്. ഇന്ന് തേഴ്സ്ഡേ ആണ്, നാളെയാണ് ഞാൻ പോകുന്നത്. അപ്പം ഐ ഹാവ് എ ലോട്ട് ഓഫ് പാക്കിംഗ് ആൻഡ് പ്ലാനിങ് ആൻഡ് എവറിത്തിങ് ടു ബി ഡൺ. ഞാൻ വിചാരിക്കുന്നത് എവറിത്തിങ് ഐ ആം ഗോയിങ് ടു ഡു ഐ വിൽ പുട്ട് ഇറ്റ് ഔട്ട് ആസ് എ വ്ളോഗ് വിച്ച് വിൽ ബി ഇൻട്രസ്റ്റിംഗ് ഫോർ യു ടു വാച്ച്. സോ ലെറ്റ്സ് ഗെറ്റ് റൈറ്റ് ഇൻടു ദി വീഡിയോ. ഡേ ജോബിലെ വർക്കൊക്കെ തീർത്ത് വെച്ചിട്ട് ഒരു നല്ല ഐസ്ക്രീമും കഴിച്ചതിന് ശേഷം പാക്കിംഗ് അപാരത്തെ തുടങ്ങാന്ന് വിചാരിച്ചു. ഗൈസ്, ഈ വീഡിയോയില് ഭൂരിഭാഗം എല്ലാം മെസ്സി ആയിരിക്കും. ഞാനൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ അല്ല. മെസ്സിൽ ത്രൈവ് ചെയ്യുന്ന ഒരാളാണ്. ഓർഗനൈസ്ഡ് ആവണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റാറില്ല. സോ ഐ എം ഗോയിങ് ടു ഷോ യു ഹൗ റിയലി തിങ്സ് ഹാപ്പൻ. സീ, ബെഡ് ഫുൾ മെസ്സിയാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് അടുക്കിയതിനു ശേഷം ഈ സ്റ്റാർട്ട് പ്ലാനിങ്. ഈ ബെഡ് അടുക്കി വെക്കുന്നതിന്റെ ശരിക്കുള്ള ഉദ്ദേശം ഇവിടെ ഇട്ടിട്ട് വേണം ഇനി ബാക്കിയുള്ള പാക്കിംഗ് ഒക്കെ ചെയ്യാൻ. ഞാൻ എന്ത് ചെയ്താലും എനിക്ക് കൂട്ടിരിക്കുന്ന ഒരു കമ്പനിക്കാരത്തിനെ കാണിച്ചു തരട്ടെ. എനിക്കില്ലേ അത്യാവശ്യം നല്ല മറവിയാണ്. ഞാൻ പാക്ക് ചെയ്യാൻ നേരത്തെ എന്തെങ്കിലുമൊക്കെ വിട്ടുപോകും. അപ്പം അത് പേടിച്ചിട്ട് ഞാൻ പാക്ക് ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ എനിക്ക് എന്താണ് വേണ്ടതെന്നുള്ള ഒരു ലിസ്റ്റ് ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വെക്കാറുണ്ട്. ദിസ് ഇസ് മൈ ഡയറി, ഹാരി പോട്ടർ തീം ഡയറി. ക്യൂട്ടല്ലേ? അപ്പോൾ ഗൈസ്, എൻ്റെ കാറ്റഗറീസ് എന്ന് പറയുന്നത് ക്ലോത്ത്സ് ഉണ്ട്, വീട്ടുകാർക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചേക്കുന്ന ഗിഫ്റ്റ്സ്, പിന്നെ വർക്കിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, പിന്നെ എനിക്ക് നാട്ടിലൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ ഫാൻസി ആയിട്ടുള്ള ജ്വല്ലറി, മേക്കപ്പ്, സ്കിൻ കെയർ. കാരണം നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ. സോ ഐ ഹാവ് ടു ക്യാരി ഓൾ ഓഫ് ദിസ് വിത്ത് മീ. സോ ഇതാണ് എൻ്റെ ലിസ്റ്റ്. ഇനി ഞാൻ ഇതിൽ ഓരോ ഐറ്റംസ് ആയിട്ട് എടുത്ത് വെക്കാൻ നേരത്ത് ഐ വിൽ ജസ്റ്റ് ടിക്ക് ഇറ്റ് ആൻഡ് ഗോ സോ ദാറ്റ് ഐ ഡോണ്ട് മിസ് എനിത്തിങ്. എൻ്റെ സന്തത സഹചാരി ഇപ്പം ലഗേജ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഇട്ടോണ്ട് പോയാലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുക. ഞാൻ നിങ്ങൾ സ്ഥിരമായിട്ട് വീഡിയോ എടുക്കുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഞാൻ സാധാരണ ഈ ഒരു ഏരിയയിൽ ഇരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ ഒരുങ്ങാറുള്ളത്. അപ്പോൾ എന്തൊക്കെ മേക്കപ്പ് ഐറ്റംസ് ആണ് എനിക്ക് കൊണ്ടുപോകേണ്ടതെന്നുള്ളത് ഞാൻ ഇതിനകത്തുനിന്ന് തപ്പി പിടിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോ ഞാൻ നിങ്ങൾക്ക് മുന്നേ തന്നെ കാണിച്ചിട്ടുണ്ട്. ഞാൻ ആന്റി ഹെയർ ഫോളിന്റെ ഹെയർ ഗ്രോത്ത് സീറമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കാര്യം. സോ ഐ വോണ്ട് ടു ടേക്ക് ഇറ്റ്, പക്ഷേ ഐ ഡോണ്ട് വോണ്ട് ടു ക്യാരി എ ബിഗർ ബോട്ടിൽ. അപ്പൊ ഞാൻ ഈ പിൽഗ്രിമിന്റെ ഹെയർ ഗ്രോത്ത് സീറം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് ഗുഡ് ബട്ട് നോട്ട് അമേസിംഗ്. സോ മെസ്സി. വിഷ് കെയറിന്റെ ഹെയർ ഗ്രോത്ത് സീറം ആൻഡ് ദിസ് സീറം. സോ ഇതാണ് ഞാൻ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ട് റീപർച്ചേസ് ചെയ്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇത് ഞാൻ നാട്ടിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ പിൽഗ്രിമിന്റെ ഹെയർ സിറത്തിന്റെ ബോട്ടിൽ ഞാനിത് റീഫിൽ ചെയ്യാണ്. ബിക്കോസ് ഇറ്റ്സ് ട്രാവൽ ഫ്രണ്ട്ലി. ഇതിന്റെ പാക്കേജിങ് ട്രാവൽ ഫ്രണ്ട്ലി ആണ്. ഇറ്റ് ഹാസ് ലൈക്ക് എ ഡ്രോപ്പർ. സോ ഐ എം റീഫില്ലിംഗ് ദാറ്റ് ഇൻ ദിസ് ആൻഡ് ദെൻ ഐ ക്യാരി ദിസ്. നാട്ടില് അപാര ചൂടാണെന്നാണ് അമ്മ പറഞ്ഞത്. സോ ഐ എം ക്യാരിങ് ലൈക്ക് 3 ഡിഫറെന്റ് സൺസ്ക്രീൻസ്. ഇത് ഫേസിൽ ഇടാനുള്ള ലിക്വിഡ് സൺസ്ക്രീൻ, ദിസ് ഇസ് ലൈക്ക് എ സ്റ്റിക്ക് സൺസ്ക്രീൻ ആൻഡ് ദിസ് ഇസ് ലൈക്ക് എ ബോഡി സൺസ്ക്രീൻ. സോ ഐ എം ക്യാരിങ് ലൈക്ക് ഓൾ ഓഫ് ദം. ഇതൊക്കെയാണ് കാറ്റഗറീസ്. ഇത് ഐ മേക്കപ്പിന്റെ കാറ്റഗറി, ലിപ്സ്റ്റിക്സ് ദാറ്റ് ഐ എം ഗോയിങ് ടു ക്യാരി. ഇത് സ്കിൻ കെയർ, പിന്നെ പൊട്ട്, ഇങ്ങനെ എല്ലാം വാരി വെതറി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ഇനി ഓരോരോ ബാഗിനകത്താക്കി അടുക്കി വെക്കണം. ഇനി ഞാൻ എന്റെ ഹാൻഡ് ബാഗ് ഇതെല്ലാം പാക്ക് ചെയ്തതിനുള്ള ഹാൻഡ് ബാഗിലേക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തിടാണ്. ഇതെന്റെ മിററാണ്. സോ ഐ എം ഗോണ പുട്ട് ദാറ്റ്. പിന്നെ അത്യാവശ്യം വേണ്ടത് വാലറ്റ്. സോ ദാറ്റ് ഗോസ് ഇൻ ദെയർ. പിന്നെ ഫേസ് മിസ്റ്റർ, ട്രാവൽ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണിക്കുമല്ലോ. ഫേസ് മിസ്റ്റർ, ഒരു ലിപ് ടിന്റ് ആൻഡ് ലിപ് ബാം. ദെൻ ഐ എം ഗോണ ക്യാരി യുവർ പെർഫ്യൂം. ഇത് ഞാൻ ഹെൽത്ത് ആൻഡ് ഗ്ലോയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോന്റെ ബാക്കിയിൽ ഞാനത് കാണിച്ചത് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന്. പക്ഷെ ഐ ഗോട്ട് ദിസ് ബെല്ല വിത്ത് പെർഫ്യൂം ആൻഡ് ഇറ്റ് ലാസ്റ്റ്. ഞാൻ എൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ഇടാം, പക്ഷെ ഐ വിൽ ബി ക്യാരിങ് ദാറ്റ് ഇസ് വെൽ. സോ ചൂടായതുകൊണ്ട് ഇറ്റ് ബി വെരി സ്വെറ്റി. സോ വെരി ഇമ്പോർട്ടൻറ്റ് ടു ക്യാരി യുവർ പെർഫ്യൂം. ഇനി ഒരു ഇമ്പോർട്ടന്റ് ഐറ്റം നമ്മുടെ എയർപോഡ്സ് ആണ്. സോ ദാറ്റ് ഓൾസോ ഗോസ് ഇൻ. ഹെൽത്ത് ആൻഡ് ഗ്ലോന്ന് ഞാൻ നാട്ടിൽ പോകാനായിട്ട് അത്യാവശ്യമായിട്ട് വാങ്ങിച്ചത് റേസർ. ഇത് മറ്റേ ബ്ലൂ വീനസിന്റെ റേസർ ആണ്. പിങ്കിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ദിസ് വൺ ഇസ് ലൈക്ക് റിയലി ഗുഡ്. ഐ ഗോട്ട് പ്ലം ബോഡി ലവിംഗ് ഷവർ ജെൽ. സോ ദാറ്റ്സ് ദെയർ. ഐ ഗോട്ട് 2 ഫേസ് മാസ്ക്. മേ ബി ട്രാവൽ ചെയ്യുമ്പോൾ ഒരു luxury effect കിട്ടാനായിട്ട് ഒരു ഷീറ്റ് മാസ്ക് ഇടാൻ തോന്നിയാലോ. സോ ഐ ഗോട്ട് 2 of them. So I'll keep one of them in the handbag. Let's see. Yeah, handbag is stuffed. I'll just close it and keep.
ഞാൻ 2 ബുക്കും ക്യാരി ചെയ്യുന്നുണ്ട്. സോ ഐ ഹവ് ഓൾവേസ് ബീൻ എ ഹൊറർ ത്രില്ലർ പേഴ്സൺ വെൻ ഇറ്റ് കംസ് ടു ബുക്സ് ആൻഡ് മൂവീസ്. സോ ഇത് ഞാനിപ്പോ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് കോൾഡ് ദ 11th Hour. ഇതൊരു ത്രില്ലർ ആണ്. ആൻഡ് ദെൻ പുതിയതായിട്ട് ഇത് വായിച്ച് പകുതിയായി. സോ ലൈക്ക് യു ക്യാൻ സീ ദ ബുക്ക് മാർക്ക്. സോ ഐ വോണ്ട് ടു ഫിനിഷ് ദിസ് and then I want to start with Maya's New Husband. This is apparently a good horror book from Neil de Silva. So ഇത് രണ്ടും വായിച്ചതിന് ശേഷം maybe I'll put a video if you need to read it or not. So yeah. അപ്പോ നമ്മുടെ മേക്കപ്പ് ഡൺ ആണ്, സ്കിൻ കെയർ ഡൺ ആണ്, ഹെയർ കെയർ ഡൺ ആണ്, ഗിഫ്റ്റ്സ് ഡൺ ആണ്. ഇനി അടുത്തതാണ് ഞാൻ എപ്പോഴും സ്ക്രൂ അപ്പ് ചെയ്യുന്ന പാർട്ട്, which is clothes. I somehow like carry clothes which are not necessary. And whatever is necessary, I'll forget to carry. It's always a very messy situation. I'm hoping not to repeat that mistake. So yeah, let's get started. So I got this very cute dress from Max. The orange sleeveless dress ആണ്. Since നാട്ടിൽ summers ആയതുകൊണ്ട് I think, and it's cotton, so നാട്ടിൽ summers ആയതുകൊണ്ട് I think it will be perfect for the weather. പക്ഷെ നാട്ടിൽ ചെല്ലുമ്പോൾ സ്ലീവ്ലെസ് ഇടാനുള്ള വിലക്കുള്ളതുകൊണ്ട് I don't know if I will eventually wear it or not. I am carrying a jacket, പക്ഷെ നാട്ടിൽ ചൂടായതുകൊണ്ട് ജാക്കറ്റ് ഇടാൻ പറ്റില്ല. But anyway, I'm packing that. And then I got this cargo pants. Mostly I'll be wearing this tomorrow for travel. കാരണം ഇത് ലൂസ് ആണ്, ഏരിയ ആണ്. So I'm keeping that. കുർത്തി എടുത്ത് വെക്കുന്നുണ്ട്. I'm keeping another traditional wear. I'm going to keep this denim jacket. I don't know for what joy. I'll keep it anyway. This jacket, by the way, it's been there with me for more than 10 years, I guess. So I'm going to keep that. And I'll keep another kurti. കണ്ടില്ല, എൻ്റെ ചെക്ക് ലിസ്റ്റിലുള്ള ഓൾമോസ്റ്റ് എല്ലാം ഡൺ ആണ്. ജസ്റ്റ് എന്തെങ്കിലും കമ്മൽ എന്തെങ്കിലും എടുത്ത് വെക്കണമെങ്കിലും പിന്നെ എൻ്റെ വർക്ക് സ്റ്റഫ് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളത്. എവറിത്തിങ് എൽസ് ഐ ഹാവ് കംപ്ലീറ്റഡ്. സോ ഐ വിൽ ഡു ദാറ്റ് ടുമോറോ. ഇപ്പം 12 AM ആയി. സോ ഇറ്റ്സ് ടൈം ഫോർ മീ to get this done with and then go and sleep. Underpacked ആണോ overpacked ആണോ എന്നൊക്കെ നാട്ടിൽ പോകുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ for now I am done. Ready ആയി guys. അപ്പോ നാട്ടിലേക്ക് പോകാനുള്ള സമയമാണ്. 4 മണിയായി, 5 മണിക്കാണ് ബസ്. So rest of it maybe I'll show you on the way or once I reach there. മടിവാളയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. പാർക്കിങ്ങിന് ഇവിടെ പ്രശ്നമുള്ളതുകൊണ്ട് ഓല ബുക്ക് ചെയ്യാൻ നോക്കി, പക്ഷെ അത് നടന്നില്ല. സോ ഫൈനലി നമ്മൾ തന്നെ പോവാന്ന് വിചാരിച്ചു. വി ആർ ഹാഫ് ആൻ അവർ ഏർലി എനിവേ. സോ ബസ് മിസ്സാവാനുള്ള ചാൻസ് വളരെ 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 കുറവാണ്. നമ്മൾ മടിവാള ഓൺ ടൈമിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബസ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. AC സ്ലീപ്പർ അപ്പർ ബർത്ത് ആയിരുന്നു. ഒന്ന് സെറ്റിലായതും വണ്ടി എടുത്തതിന് ശേഷം അടുത്ത ജംഗ്ഷനിലെ ട്രാഫിക് ബ്ലോക്കിൽ നമ്മൾ പെട്ട് കിടക്കുകയാണ്. ഞാൻ ഡെഫിനറ്റ്ലി ഓവർ പാക്ഡ് ആണ്. കാരണം ഇവിടെ കാല് വെക്കാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയാണ്. ഇതിന്റെ മുകളിൽ നിന്ന് ഉരുണ്ട് താഴെ പോകുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പൊതുവേ എനിക്ക് ട്രാവൽ സിക്നസ് ഉണ്ട്. 9 മണിയോടുകൂടി 2 മിനറൽ വാട്ടറിന്റെ ബോട്ടിലിനെയും കെട്ടിപ്പിടിച്ച് ഞാൻ ഉറങ്ങാന്ന് വിചാരിച്ചു. ടോയ്ലറ്റ് ബ്രേക്കിന് രാത്രി 11 മണിക്ക് ബസ് നിർത്തിയപ്പോഴേക്കും എൻ്റെ ഉറക്കം പോയി. പിന്നെ ഞാനിത് വായിച്ചു. അതിനുശേഷം ഞാൻ ഫേസ് മാസ്ക് ഒക്കെ എടുത്തിട്ടു. ഉറക്കം കംപ്ലീറ്റ് ആയിട്ട് പോയതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ലായിരുന്നു ഗൈസ്. അതുകൊണ്ട് ഞാൻ ഫേസ് മാസ്ക് ഒക്കെ എടുത്തിട്ടിരിക്കുകയാണ്. എപ്പോഴോ ഞാൻ ഉറങ്ങിപ്പോയി. രാവിലെ ഒരു 5 മണി ആയപ്പോഴേക്കും ട്രിവാൻഡ്രം ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. 5:30 വണ്ടി ഇറങ്ങിയതിന് ശേഷം ഈ ചേട്ടൻ എന്നെ വളരെ സേഫായിട്ട് എന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. മുന്നത്തെ എൻ്റെ വ്ളോഗിൽ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു സുന്ദരി അമ്മുമ്മ ഉണ്ടെന്ന്. ആ അമ്മുമ്മയാണ് ഇത്. എന്നെ കണ്ട സന്തോഷത്തിലാണ്. ആ ബാക്കിൽ നിന്ന് ഓടി വരുന്ന ക്യൂട്ടി പായാണ് എൻ്റെ അമ്മ. മിക്കവാറും ഉള്ള എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും ആദ്യത്തെ കമൻറ്റ് എൻ്റെ അമ്മേരെ വകയായിരിക്കും. എൻ്റെ അമ്മേരെ മനസ്സിൽ ഞാൻ എത്ര വളർന്നാലും കുട്ടിയാണ്. ഞാൻ വന്ന ഉടനെ അമ്മ എനിക്ക് ചീറ്റോസൊക്കെ എടുത്തോണ്ട് തന്നു. ഇന്നത്തെ വ്ളോഗിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഞാൻ എൻ്റെ അമ്മൂമ്മയ്ക്ക് വേണ്ടി ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് എൻ്റെ അമ്മൂമ്മയുടെ റിയാക്ഷൻ എന്താണെന്ന് കാണിച്ചു തരാമെന്ന്. ആ ഗിഫ്റ്റാണിത്. നമ്മൾ ക്യാരറ്റിൽ ഇനിന്ന് ഒരു ലോക്കറ്റ് അമ്മൂമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മൂമ്മയ്ക്ക് അത് കാണിച്ചു കൊടുത്തു. അമ്മ പാക്കേജിങ്ങിൽ നിന്നൊക്കെ ആ ലോക്കറ്റ് ഒന്ന് ഫ്രീ ചെയ്ത് അമ്മൂമ്മയ്ക്ക് കൊടുക്കാനായിട്ട് സഹായിക്കുകയാണ്. അങ്ങനെ ഫൈനലി അമ്മൂമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി ലോക്കറ്റ്. നമ്മളത് അപ്പം തന്നെ അമ്മൂമ്മയ്ക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്തു. ഈസൻ ഷീ ദ പ്രിറ്റിയസ്റ്റ് ആൻഡ് ക്യൂട്ടസ്റ്റ് ഗ്രാൻഡ് മോം. വീട്ടിലെത്തിയതും ആദ്യം നോക്കിയത് നമ്മുടെ കണിക്കൊന്ന പൂത്തിട്ടുണ്ട്. വിഷുവൊക്കെ വരെയല്ലേ. ഞാൻ ഇവിടെ ഇഷ്ടംപോലെ പൂച്ചകളുള്ളതുകൊണ്ട് ബാംഗ്ലൂരിൽ നിന്ന് ട്രീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവർ കഴിക്കുമോ മൈൻഡ് ചെയ്യുമോ എന്നൊന്നും അറിയില്ല. നമുക്ക് നോക്കാം.
എവിടെയാണെങ്കിലും പൂച്ചയ്ക്ക് ട്രീറ്റ്സ് ഒക്കെ ഇഷ്ടമാണ് കേട്ടോ. ഇതിന് നല്ല മീനിൻ്റെ ഫ്ലേവർ ആയതുകൊണ്ട് അവരൊക്കെ മത്സരിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ വ്ളോഗ് 2 ബാംഗ്ലൂർ ടു ട്രിവാൻഡ്രം ഇവിടെ തീരുകയാണ്. നിങ്ങൾക്ക് ഇനിയും ഇതേപോലത്തെ വ്ളോഗ്സൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സീരീസ് ഓഫ് ഡെയിലി വ്ളോഗ്സ് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ ബൈ.